മഴതോരും മുമ്പിൽ നാളെയാണെങ്കിൽ അലീനയെ ആശ്വസിപ്പിക്കുകയും അലീനയ്ക്ക് ധൈര്യം നൽകുകയും ചെയ്യുന്ന സ്റ്റാലിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മോളെ, എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഈ പപ്പ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് അലീനയോട് പറയുന്നുണ്ട്. അതായത് നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ ഔതക്കുട്ടി ചായൻ, അതായത് സ്റ്റാലിയുടെ അപ്പൻ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടാ ഇന്നലെ ഞാൻ അലീനയെ വിളിച്ചപ്പോൾ അലീന റീത്താമ്മ വന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞെന്നും കൂടാതെ തന്നെ തൻ്റെ പപ്പയുടെ ജീവിതം ദുരിതത്തിലാവുന്നത് അവളെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നുണ്ടെന്നും അവൾ പോകാനായിട്ട് മനസ്സുകൊണ്ട് തയ്യാറെടുക്കുകയാണെന്നും തന്നോട് പറഞ്ഞു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നീ അലീനയോട് സംസാരിക്കണമെന്ന് പറയുന്നു. അവളെ സംസാരിപ്പിച്ച് അവളെ നിൻ്റെ കൂടെ നിർത്തി നീ ഉണ്ട് എന്നുള്ള ധൈര്യം അവൾക്ക് കൊടുക്കണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പച്ചൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അലീന അവരെ പേടിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, അവരെ പേടിച്ചിട്ടല്ലടാ, നിനക്ക് വേണ്ടിയാടാ, നിൻ്റെ നല്ല ജീവിതത്തിന് വേണ്ടിയാണ്, നിൻ്റെ കുടുംബജീവിതം, നിൻ്റെ ജീവിതത്തിലൊരു പ്രശ്നങ്ങളും വരാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ, എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവളോട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം ഒരു ഒത്തുതീർപ്പിലാക്കാനായിട്ട് ശ്രമിക്കാമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയം ശ്രമിച്ചാൽ മാത്രം പോരാ, ആ റീത്താമ്മയെ പോലുള്ള വൃത്തികെട്ട സ്ത്രീകളുടെ മുൻപിൽ മുട്ടുവിറച്ച് ഓടിപ്പോകേണ്ടവളല്ല നിൻ്റെ മകൾ എന്ന് നമ്മുടെ ഔതക്കുട്ടി സ്റ്റാലിനെ ഓർമ്മിപ്പിക്കുന്നു. ഇതേ സമയമാണ് സ്റ്റാലിൻ അലീനയെ അന്വേഷിക്കുന്നതും അലീനയെ സംസാരിച്ച് ചേർത്ത് പിടിക്കുന്നതുമെന്ന് കാണാം. മോളെ, നീ ഇവിടെ നിന്ന് എൻ്റെ നന്മയ്ക്ക് വേണ്ടി, എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ ഇവിടുന്ന് പോകാനെങ്ങാനും തീരുമാനിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ സ്റ്റാലി ചോദിക്കുന്നു. അല്ല, പപ്പ എങ്ങനെ എൻ്റെ മനസ്സിലെ കാര്യങ്ങൾ അറിഞ്ഞു? പപ്പ ഇതാരാ പപ്പയോട് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു ഒരു ഞെട്ടലോടെ. ഇതേ സമയം പറഞ്ഞത് ആരെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ തന്നെ അലീനയ്ക്ക് ആളെ മനസ്സിലാകുന്നു. വല്യപ്പച്ചൻ വിളിച്ചിട്ടുണ്ടായി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നു. സ്റ്റാലിന് മറച്ചു പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കാരണം വല്യപ്പച്ചൻ, അതായത് തൻ്റെ അപ്പൻ വഴി തന്നെയാണ് അലീനയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ സ്റ്റാലി തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്റ്റാലിയാണെങ്കിൽ അലീനയോട് പറയുന്നുണ്ട്, നീ ഒരു കാലത്തും ഇനി ഇവിടെ നിന്ന് പോകുന്നില്ല. ഇവിടെ നിന്ന് പോകേണ്ടി വന്നാൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോവുകയുള്ളൂ എന്ന് പറയുന്നു. ഈ കാണുന്ന സ്വത്തുക്കൾ അവർക്ക് നൽകിയായാലും ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറയുന്നു. അതായത് ഈ സ്റ്റാലി ഒന്നുമില്ലാതെയാണ് ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ആ ധൈര്യവും മനക്കരുത്തും വെച്ചാണ് ഇതെല്ലാം വെട്ടിപ്പിടിച്ചത്. ഇനി എല്ലാം നഷ്ടപ്പെട്ട് തെരുവിലേക്ക് പോവേണ്ടി വന്നാലും അവിടെയും ഞാൻ എൻ്റെ മനധൈര്യം കൊണ്ട് എല്ലാം കെട്ടിപ്പടുത്ത് വീണ്ടും ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കുമെന്ന് പറയുന്നു. അതിനർത്ഥം നമ്മൾ ഈ സ്വത്തുക്കൾ നിസ്സാരമായി വലിച്ചെറിഞ്ഞ് കളയുമെന്നല്ല മോളെ. ഈ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് നിനക്ക് എന്തു തന്നെ സംഭവിച്ചാലും നിന്നെ ഞാൻ കൈവിടില്ല. എന്തു തന്നെ ഭൂമി പിളർന്നു വന്നാലും നീ താഴേക്ക് പോയാലും അവിടെ നിന്നെല്ലാം നിന്നെ ഞാൻ എൻ്റെ കൂടെ ചേർത്ത് പിടിക്കും. നിനക്ക് റീത്തയെ പേടിയായോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് റീത്തയെ പേടിയായിട്ടൊന്നുമില്ല. കാരണം അവർ എങ്ങനെയുള്ള ആളാണ്, എത്രക്കാരിയാണെന്ന് എന്നൊക്കെ വല്യപ്പച്ചൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ള സത്യം അലീന വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ പിന്നെ ഞാനിനി റീത്തയുടെ സ്വഭാവത്തെക്കുറിച്ച് അധികം നിന്നോട് വെളിപ്പെടുത്തേണ്ടതില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, തീർച്ചയായിട്ടും ഇല്ല പപ്പ, വല്യപ്പച്ചൻ എല്ലാം തന്നോട് പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം നമ്മുടെ അലീനയോട് പറയുന്നുണ്ട്, ഇനി ഇതിലും വലിയ ഭൂകമ്പങ്ങൾ വന്നാലും നമ്മൾ അപ്പനും മകളും
അതായത് പപ്പയും മോളും ഒരുമിച്ച് നിന്ന് നേരിടുമെന്ന് സ്റ്റാലിൻ അലീനയോട് പറഞ്ഞ് ധൈര്യം കൊടുക്കുന്നു. നീ വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പറയുന്നു. പപ്പ കൂടെ വരാമെന്നും പറയുന്നു. ഒടുവിൽ സ്റ്റാലിൻ അലീനയെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയിരിക്കെ നമ്മുടെ അലീനയ്ക്ക് ഭക്ഷണം ഇങ്ങനെ സ്റ്റാലിൻ സർവ് ചെയ്ത് കൊടുക്കുന്നത് കണ്ട് പൗലോസും ആൻ്റപ്പനും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതുവരെ ഒരു പ്രവണത കേണൽ സാറിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടില്ല. ഈ പെൺകുട്ടി വന്നിട്ട് കുറച്ച് ആഴ്ചകളോളമായി, എന്നിട്ട് ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പം ഇതെന്ത് പറ്റി എന്ന് ചിന്തിക്കുകയാണ് എന്ന് കാണാം. സത്യം പറഞ്ഞാൽ അലീനയുടെ കൂടെയുണ്ട് താനെന്ന് കാണിക്കാൻ വേണ്ടി, അവൾക്കൊരു വിശ്വാസം കൊടുക്കാൻ വേണ്ടി ആര് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റാലി ചെയ്യുന്നതാണ് ഇതെന്ന് കാണാനായിട്ട് സാധിക്കും. ഇത് സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ തൻ്റെ പപ്പയുടെ സ്നേഹം നല്ല രീതിയിൽ ആസ്വദിച്ച് നല്ല രീതിയിൽ അത് ആസ്വദിച്ച് ആനന്ദിച്ച് വരികയാണ് എന്ന് കാണാം. ഇത്രയും ദിവസമായിട്ട് പപ്പ ഇത്തരമൊരു സ്നേഹം അലീനയ്ക്ക് കൊടുത്തിട്ടില്ല എന്നും കാണാം. ഈ ന്യൂസുകളെല്ലാം അപ്പപ്പോൾ റീത്ത അറിയുന്നുണ്ട് എന്നും കാണാം. അതുകൊണ്ട് തന്നെ റീത്തയുടെ മനസ്സിൽ വലിയൊരു ഇടുത്തിമാരി കിടക്കാണ്. അതായത് സ്റ്റാലിൻ്റെ സ്വത്തുക്കളൊക്കെ അവൾ കൈക്കലാക്കുമോ എന്നുള്ള ഒരു ചോദ്യം. അവൾ സ്റ്റാലിനെ വശത്താക്കി സ്വത്തുക്കളൊക്കെ കൈക്കലാക്കി കഴിഞ്ഞാൽ പിന്നെ തൻ്റെയും തൻ്റെ അനിയത്തിയുടെയും കാര്യങ്ങൾ കട്ടപ്പുകയാകുമെന്ന് റീത്ത ചിന്തിക്കുന്നു. മെയിനായിട്ട് റീത്തയ്ക്ക് വേണ്ടത് റീത്തയുടെ ജീവിതം തന്നെയാണ്. അതായത് നമ്മുടെ സ്റ്റാലിയും എൽസിയും ഒന്നിച്ച് കഴിഞ്ഞാൽ പിന്നെ റീത്തയ്ക്ക് അതിനിടയിൽ കൈയിട്ട് വാരി സ്റ്റാലിൻ്റെ പണം എടുക്കാനായിട്ട് കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ സ്റ്റാലിൻ്റെ പണം എടുക്കാൻ വേണ്ടി റീത്ത എൽസിയെ തല്ലിപ്പിടിപ്പിച്ച് മാറ്റി നിർത്തുകയാണല്ലോ. പക്ഷേ ഈ സാഹചര്യത്തിൽ എൽസിയെയും മക്കളെയും സ്റ്റാലിൻ്റെ അടുത്തേക്ക് ഇറക്കിയേ മതിയാവുകയുള്ളൂ എന്ന് നമ്മുടെ റീത്ത മനസ്സിലാക്കുകയും അവരെയും കൊണ്ട് സ്റ്റാലിൻ്റെ ഭവനത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്യുകയാണ്. ഇതിനിടയിൽ റീത്തയും അലീനയും ഒന്നും രണ്ടും പറഞ്ഞ് ഒരു വാക്കേറ്റം തന്നെ ഉണ്ടാവുകയാണ്. ഇത് തങ്ങളുടെ കുടുംബകാര്യമാണെന്നും നിങ്ങളിതിലേക്ക് ഇടപെടേണ്ട ആവശ്യമില്ലെന്നും റീത്തയെ വാൺ ചെയ്യുകയാണ് അലീന. കൂടാതെ തന്നെയാണെങ്കിൽ അലീന പറയുന്നുണ്ട്, തൻ്റെ പപ്പയുടെ സ്വത്ത് നക്കി തിന്നുന്ന ഒരു പേരും കള്ളിയാണ് നീയെന്നും അലീന റീത്തയുടെ മുഖത്ത് നോക്കി പറയുകയാണ് പ്രേക്ഷകരെ. ഇതേസമയം റീത്ത അപമാനിതയായി അലീനയുടെ മുമ്പിലും എല്ലാവരുടെ മുമ്പിലും